അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മിറർ ഗ്ലേസ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഗ്ലേസ് നമ്മൾ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ്. മിറർ ഗ്ലേസ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയുണ്ടാവും. ഇപ്പോൾ കണ്ട അതിൻ്റെ നിഴൽ കാണുന്നത് കേക്കിൻ്റെ മുകളിൽ അത് തന്നെയാണ് മിറർ ഗ്ലേസ് എന്ന് പറയുന്നത്. നമ്മളെ നിഴൽ ഈ കേക്കിൻ്റെ മുകളിൽ കാണും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ഒറിജിനൽ റെസിപ്പിയാണ് ഞാൻ ഇതിലൂടെ ഷെയർ ചെയ്യുന്നത്. ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്ലേസ് നമുക്ക് വീട്ടിലുണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കേക്കിനെ ഒന്ന് ഫില്ല് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ചോക്ലേറ്റിൻ്റെ ചിപ്സാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ കാഷ്യും ബദാമും ചെറുതായി കട്ട് ചെയ്തതും ഇട്ടിട്ട് കേക്കിനൊന്ന് ഫില്ല് ചെയ്തെടുത്തിട്ട് അതിൻ്റെ മുകളിൽ പിന്നെ ഞാൻ മിൽക്ക് മെയ്ഡൊന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കേക്കിന് ഞാൻ സോക്ക് ചെയ്തത് മിൽക്ക് മെയ്ഡും മിൽക്കും ഒഴിച്ചിട്ടാണ് സോക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നന്നായിട്ട് സോക്ക് ചെയ്തിട്ടില്ല, എന്നാലും അത്യാവശ്യം സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു ഡ്രോപ്പ് യെല്ലോ കളറും ഒരു ഡ്രോപ്പ് ഓറഞ്ച് കളറും ഒന്ന് കേക്കിൻ്റെ ക്രീമിലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് ക്രീമിനൊന്ന് മിക്സാക്കി എടുത്തിട്ട് ഞാൻ കേക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ലൈറ്റ് പീച്ച് കളർ വരും. പീച്ച് കളറെന്ന് പറയാൻ പറ്റില്ല, യെല്ലോൻ്റെ ഒരു വേറെ ഷെയ്ഡായിട്ടാണ് വരുന്നത്. അപ്പോൾ കേക്കിൽ അപ്ലൈ ചെയ്തിട്ട് കേക്കിനെ ഒന്ന് ഫിനിഷ് ചെയ്തെടുത്തു. നിങ്ങൾ വീഡിയോ ഫസ്റ്റ് ടൈം ആളെ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇഷ്ടമാണെങ്കിൽ ഷെയർ ചെയ്യണം, പിന്നെ കമൻറ്റ് ചെയ്യണം. ഞാൻ കേക്കിനൊന്ന് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്കിനി ഗ്ലേസ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 75 ഗ്രാം ഷുഗർ, ഗ്രാനുലേറ്റ് ഷുഗറാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അത് 2.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഗ്യാസ് സ്റ്റൗവിലൊന്ന് വെക്കുന്നുണ്ട്. ഷുഗർ മെൽറ്റ് ആവണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നമുക്ക്. ഞാൻ എന്നിട്ട് ഇതിലേക്ക് 1/2 കപ്പ് മിൽക്ക് മെയ്ഡാണ് പിന്നെ ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം ഇതിലേക്ക് ജലാറ്റിൻ ഒരു 5 ഗ്രാം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം. ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ട സ്റ്റെപ്പ് അതാണ്. ജലാറ്റിൻ 5 ഗ്രാം എടുത്തിട്ട് ഒന്ന് കുതിർക്കാൻ വെക്കണം 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. എന്നിട്ട് ഞാൻ 1/2 കപ്പ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് ഈ ഷുഗർ 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണല്ലോ നമ്മൾ ഗ്യാസ് സ്റ്റൗവിൽ വെച്ചത്. അതും ഈ മിൽക്ക് മെയ്ഡും നല്ലോണം യോജിക്കണ വരെ നമ്മളൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക. പിന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ടത് ലിക്വിഡ് ഗ്ലൂക്കോസാണ്. കോൺ സിറപ്പല്ല, ലിക്വിഡ് ഗ്ലൂക്കോസാണ് വേണ്ടത് കേട്ടോ. അതൊരു 75 ഗ്രാം നമ്മൾ അപ്പോഴേക്കും അളന്നെടുത്ത് വെക്കണം. ഇതിൻ്റെ അളവ് കറക്റ്റായി വരണം കേട്ടോ, എന്നെങ്കിലുള്ളൂ നമുക്ക് കറക്റ്റായിട്ടുള്ള മിറർ ഗ്ലേസ് നമുക്ക് കിട്ടുള്ളൂ. ലിക്വിഡ് ഗ്ലൂക്കോസ് നമുക്ക് എടുക്കുമ്പോൾ സ്പൂണിലൊക്കെ ഒട്ടിപ്പിടിക്കണതിന് വേണ്ടിയിട്ട് ഒന്ന് സ്പൂണ് നനച്ചിട്ടൊന്ന് എടുത്താൽ മതി. സ്പൂണാണെങ്കിലും എന്താണോ നമ്മൾ എടുക്കുന്നത് അതൊന്ന് നനച്ചിട്ട് അതിൻ്റെ ശേഷം എടുത്താൽ മതി. എന്നിട്ട് ഞാൻ എൻ്റെ കൈയൊന്ന് നനച്ചു കൊടുത്തതിൻ്റെ ശേഷമാണ് നമുക്ക് സ്പൂണിൽ നിന്ന് ഇതിലേക്ക് വേറിട്ട് കിട്ടുക കേട്ടോ, സ്പൂണിൽ നിന്ന്. അപ്പോൾ ലിക്വിഡ് ഗ്ലൂക്കോസ് 75 ഗ്രാം നമ്മളിതിലേക്ക് ഇട്ട് കൊടുത്തു. മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂടി മെൽറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മളതിലേക്ക് ആഡ് ചെയ്തു. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക കേട്ടോ. ലിക്വിഡ് ഗ്ലൂക്കോസൊക്കെ പെട്ടെന്ന് യോജിച്ച് കിട്ടും, ഒക്കെ പഞ്ചസാര തന്നെയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒന്ന് തിളക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യുക. നല്ലോണം കുറുക്കരുത്, അപ്പോൾ എന്താ പറയുക നന്നായിട്ട് കട്ടിയായി പോകും. സിമ്മിലിട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ ഞാൻ 75 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ലിക്വിഡ് ഗ്ലൂക്കോസ് നന്നായി മെൽറ്റ് അതിൻ്റെ ശേഷമാണ് പിന്നെ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. സിമ്മിലാക്കിയിട്ടാണ് കേട്ടോ ചോക്ലേറ്റ് ഇട്ട് കൊടുക്കുന്നത്. ചോക്ലേറ്റ് ഇട്ടാൽ പിന്നെ നല്ലോണം സിമ്മാക്കി വെച്ചിട്ട് ഒന്ന്, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റവ് ഒന്ന് നമ്മളെ പാനൊന്ന് എടുത്തതിൻ്റെ ശേഷം ഇട്ട് കൊടുത്താൽ മതി. കാരണം തിളക്കാൻ പാടില്ല ചോക്ലേറ്റ് ഇട്ടാൽ. നന്നായി മിക്സ് ചെയ്തിട്ട് ഇതിൻ്റെ തരികളൊക്കെ ഒഴിവാക്കിയിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ആദ്യം ജലാറ്റിന് കുതിർക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, സ്റ്റൗ ഓഫാക്കിൻ്റെ ശേഷമാണ് കേട്ടോ ജലാറ്റിൻ 5 ഗ്രാം 2 ടേബിൾ സ്പൂണ് കുതിർക്കാൻ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തതിൻ്റെ ശേഷം ഗ്യാസ് സ്റ്റൗ ഓഫാക്കിയിട്ട് നമ്മളൊന്ന് അരിച്ചെടുക്കണം. പിന്നെ അരിച്ചെടുത്തതിൻ്റെ ശേഷം നമുക്ക് പിന്നെ ഏത് കളറാണോ വേണ്ടത് ആ കളറ് നമുക്കിതിലേക്ക് യൂസ് ചെയ്യാം. ഞാനിതിലേക്ക് ഓറഞ്ച് കളറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അത് വീഡിയോ എൻ്റെ അടുത്ത് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഏത് കളറാണ് വേണ്ടത് ആ കളർ നമുക്കിത്, ഇനി കളർ വേണ്ടാന്നുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഒഴിച്ചു കൊടുത്താലും മതി. വൈറ്റ് കളർ ആയിട്ട് എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതല്ല 2 കളറോ 3 കളറൊക്കെ കൂട്ടിയിട്ട് അങ്ങനെ വേണമെങ്കിലൊക്കെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഓഫാക്കിൻ്റെ ശേഷമാണ് നമ്മൾ ജലാറ്റിൻ ഇടേണ്ടത്. എന്നിട്ട് നമ്മളൊന്ന് സ്ട്രെയിനർ വെച്ചിട്ടൊന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം, അല്ലെങ്കിൽ തരികളുണ്ടാവും. ഇനി നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്യാണ് കേട്ടോ. ഇതിന് ഒരു കട്ടിയുള്ളതാണിത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കേക്ക് എപ്പോഴും നല്ലോണം തണുത്തതിൻ്റെ ശേഷം ഇതിലേക്ക് ഒഴിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് കണ്ടോ, കേക്കിൽ നിന്ന് ക്രീം അടർന്നു പോരും. അപ്പോൾ അത് പെട്ടെന്ന് അവരിൻ്റെ അടുത്ത് ഓർഡർ പറഞ്ഞതുകൊണ്ട് ഞാൻ പിന്നെ ഒരു 2.5-3 മണിക്കൂർ അങ്ങാണ്ടേ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ളൂ. ശരിക്കും ഒരു ഓവർനൈറ്റ് വെക്കണം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നുണ്ടാവും, ആ കപ്പിൻ്റെ ഒരു നിഴലും ആ സ്പാച്ചുലേൻ്റെ നിഴലൊക്കെ അതിൽ കാണുന്നുണ്ട്. ശരിക്കും നമ്മളെ നോക്കിയാൽ തന്നെ
കാണും. ഞാൻ ആ വീഡിയോ എടുക്കാൻ മറന്നുപോയി. ശരിക്കും നമ്മളെ തന്നെ ഇതിലിങ്ങനെ കാണും. അതാണ് മിറർ ഗ്ലേസ്. ഇത് ഒറിജിനൽ റെസിപ്പിയാണ് കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്താൽ നിങ്ങൾക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാം. അല്ലാത്ത ഭാഗമൊക്കെ നല്ല ഫിനിഷുണ്ട്. അതിൻ്റെ ഒരു ഭാഗമാണ് ഇങ്ങനെ. അപ്പോൾ ആ ഭാഗം വേണമെങ്കിൽ തണുപ്പ് കുറവായിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും അത് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ തണുത്തതിൻ്റെ ശേഷം ഒഴിച്ചു കൊടുത്താൽ മതി. നമ്മൾ സാധാരണ ഗനാഷ് ഒഴിക്കണ പോലെയല്ല, ഒരു കട്ടിയുള്ള എന്താ പറയുക മിശ്രിതമാണ് കേട്ടോ. പിന്നെ തണുത്താൽ നമ്മളൊന്ന് ജസ്റ്റ് എന്താ പറയുക ഡബിൾ ബോയിൽ ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നല്ല കട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്കപ്പോൾ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മൾ കേക്കിലേക്ക് അപ്ലൈ ചെയ്താൽ മതി. നല്ല ടേസ്റ്റുള്ള കേക്കാണ്. കഴിക്കാനും നല്ല ടേസ്റ്റാണ്, കാണാനും നല്ല മൊഞ്ചാണ്. ഞാൻ പിന്നെ ഒരു ബട്ടർ പേപ്പറൊക്കെ ഇതിൻ്റെ കേക്കിൻ്റെ ബോർഡിലാവാതിരിക്കാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തതാണ്. പക്ഷെ അതുകൊണ്ടൊന്നും വലിയ കാര്യമല്ല. പിന്നെ ഞാനൊക്കെ സ്പാച്ചുല വെച്ചിട്ടൊക്കെ റെഡിയാക്കി എടുത്തു. പിന്നെ ഞാൻ രണ്ടാമതൊന്നും കൂടിയും അതിൽ നിന്ന് എടുത്തതൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് ഞാൻ മൈക്രോവേവിൽ വെച്ചിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയതിൻ്റെ ശേഷം പിന്നെ ആ ഒലിച്ചിറങ്ങിയെടുത്ത് ഒന്നും കൂടിയൊക്കെ ഒന്ന് ഒഴിച്ചെടുത്ത് ഒന്ന് വൃത്തിയാക്കിയെടുത്തു. പിന്നെ ഞാനൊരു ഗ്രീൻ കളറ്, പിന്നെ ഒരു ലേശം ഒരു സ്പൂണിലൊരു ഗ്രീൻ കളർ കൊടുത്തിട്ട് ഞാനൊരു ടൂത്ത് പിക്ക് കൊണ്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക ടച്ച് ചെയ്ത് കൊടുത്താണ്. ഒരു എന്താ പറയുക ഒരു മാർബിൾ ടച്ച് വരുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ ചെയ്തത്. നിങ്ങൾക്ക് എങ്ങനെയാണോ നിങ്ങളെ ഐഡിയയ്ക്ക് അനുസരിച്ചൊക്കെ നമുക്ക് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ മിറർ ഗ്ലേസ് തയ്യാറാക്കുക. പിന്നെ ഇതൊരു ബ്രൈഡ് ടു ബി കേക്കാണ്. ഇത് പിന്നെ അവർ എനിക്ക് പിക്ക് അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ റെഫറൻസ് പിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതേപോലെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെ എന്താ പറയുക റിബണൊന്നും എനിക്ക് കട്ടാൻ അറിയില്ല, എന്നാലും ഞാനതൊക്കെ നോക്കി ഒക്കെ റിബണൊക്കെ റെഡിയാക്കി എടുത്തിട്ട് ഞാൻ കേക്കിലൊക്കെ അപ്ലൈ ചെയ്തു. ഒരു 1 kg കേക്കാണ് കേട്ടോ അത് ബ്രൈഡ് ടു ബി. വീഡിയോ നിങ്ങൾ ഫസ്റ്റ് ടൈമാണ് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങൾ ഇഷ്ടമാവുകയാണെങ്കിലൊക്കെ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. വീണ്ടും ഞാൻ പറയണം, നിങ്ങളെ സപ്പോർട്ട് എപ്പോഴും ആവശ്യമാണ് നമുക്ക്. ഞാൻ പുതിയ പുതിയ കേക്ക്സിൻ്റെ റെസിപ്പിയും ഒരുപാട് ഡിഷുകളൊക്കെ ഞാനിതിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതാണ് കേട്ടോ ബ്രൈഡ് ടു ബി കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ. സ്റ്റിക്കൊന്നും അവർ വെക്കണ്ടെന്ന് പറഞ്ഞതിൻ്റെ അടുത്ത് അവരെന്നെ വെച്ചോളാന്ന് പറഞ്ഞു. പിന്നെ വേറൊരു കേക്ക് ഉണ്ടായിരുന്നത് ഒരു എന്താ പറയുക ബ്രെയിൻ റൂട്ട് തീം കേക്കാണ് കേട്ടോ. ബ്രെയിൻ റൂട്ട് തീം കേക്ക്. ഞാനിതിൻ്റെ പിക്കൊക്കെ എഡിബിൾ പ്രിൻ്റ് എടുത്തിട്ട് ഞാനിതിലേക്ക് അപ്ലൈ ചെയ്താണ്. അവർക്ക് ഇങ്ങനെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ കൊച്ചു കുട്ടിക്കുള്ള കേക്കാണ്. അവനെപ്പോഴും കാണുന്ന കാർട്ടൂണാണ് ഈ കാർട്ടൂൺ എന്ന് പറഞ്ഞിട്ട്. ഞാൻ ആദ്യമായിട്ട് ചെയ്യുകയാണിത്. ഈ വർക്ക് ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ കേട്ടോ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.